റസൂലിൻ്റെ ഏറ്റവും നല്ല ഒരു കൊതിയായിരുന്നു കഅബയുടെ താക്കോൽ കുറച്ചു നേരം കയ്യിൽ പിടിക്കാൻ. പക്ഷെ അത് അതിൻ്റെ ഉടമസ്ഥരായ ഒരു കുടുംബമുണ്ട്. അതിൽപ്പെട്ട ഒരാളുടെ കയ്യിലാണ് ഇപ്പോൾ ആ താക്കോലുള്ളത്. അയാളോട് ചെന്ന് മുത്തനബി ചോദിച്ചു, ആ താക്കോൽ കുറച്ചു നേരം എനിക്കൊന്ന് തരുമോ? ഉസ്മാൻ ഇബ്നു ത്വൽഹ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഉസ്മാൻ, കുറച്ചു നേരം ആ താക്കോൽ ഞാൻ ഒന്ന് പിടിച്ചോട്ടെ? ഇല്ല മുഹമ്മദ്, അതിനുള്ള യോഗ്യത നിനക്കില്ല. റസൂല് പിന്നെയും ചോദിച്ചു, കുറച്ചു നേരം ഒന്ന് തൊടാനാണ്. അള്ളാഹുവിൻ്റെ ഭവനമാണ്, ആദ്യ പ്രവാചകന്മാർ കടന്നു പോയ പാതകൾ, അവർ പണിത വീട്, അതിൻ്റെ താക്കോലല്ലേ? കുറച്ചു നേരം ഞാൻ ഒന്ന് പിടിച്ചോട്ടെ? തരൂല്ല മുഹമ്മദ്, നിനക്കതിനുള്ള യോഗ്യതയില്ല. ആടുമേച്ച് നടന്നിരുന്ന ഒരുത്തൻ ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന് താക്കോൽ ചോദിക്കുക. നബി ഇങ്ങനെ നിന്നിട്ട് വളരെ ശാന്തനായിട്ട് പറഞ്ഞു, ഉസ്മാൻ, ഈ താക്കോല് എൻ്റെ കയ്യിലെത്തുന്ന ഒരു ദിവസമുണ്ട്. അന്ന് അത് എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. ഇല്ല മുഹമ്മദ്, അങ്ങനെ ഒരു ദിവസം ഉണ്ടാവില്ല. അങ്ങനെ ഒരു ദിവസമെങ്ങാനും ഉണ്ടായാൽ അത് അറേബ്യയുടെയും ഖുറൈശികളുടെയും അവസാനമായിരിക്കും. അപ്പോൾ മുത്തനബി പറഞ്ഞു, അതൊന്നുമില്ല, അറബികളും ഖുറൈശികളും അന്ന് നല്ല നിലയിൽ തന്നെയായിരിക്കും. പക്ഷേ താക്കോൽ എൻ്റെ കയ്യിലെത്തും. മക്ക വിജയത്തിൻ്റെ ദിവസം ആ നാടിൻ്റെ ഭരണം മുഴുവനും പ്രവാചക തിരുമേനിയുടെ കയ്യിലാണ്. ആ പറഞ്ഞ താക്കോലില്ലേ, ആ താക്കോൽ അന്ന് മുത്തുനബിയുടെ കയ്യിലുണ്ടായിരുന്നു. ആ താക്കോൽ ആർക്ക് കൊടുക്കും എന്ന് എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്നുണ്ട്. എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്, എനിക്ക് തന്നെങ്കിൽ, എനിക്ക് തന്നെങ്കിൽ എന്ന്. അലി റളിയല്ലാഹു അൻഹു പരസ്യമായി തന്നെ പറയുന്നുണ്ട്, പ്രവാചകരെ, എനിക്ക് തരുമോ? അത് എന്നെ ഏൽപ്പിക്കുമോ എന്ന്. മുത്തുനബി പറഞ്ഞു, ഇല്ല. അവിടെ കൂടിയ ആയിരക്കണക്കിന് മനുഷ്യരിൽ നിന്ന് ഒരാളെ ഇങ്ങനെ വിളിച്ചു. അയാളുടെ കയ്യിൽ ആ താക്കോൽ കൊടുത്തു. അയാളുടെ പേരാണ് ഉസ്മാൻ ഇബ്നു ത്വൽഹ. മുത്തുനബിക്ക് അതിനുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞ ഉസ്മാൻ ഇബ്നു ത്വൽഹ.